നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന ഒരു കമൻറ്റിൻ്റെ ബാക്കിയായിട്ടുള്ളതാണ്. ഇതാണ് ആ കമൻറ്റ്. അദ്ദേഹം കമൻറ്റ് ഇട്ട ആളൊരു ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയാണോ എന്നറിയത്തില്ല ഇങ്ങനൊരു കമൻറ്റിന് കാരണം. എന്ന് വെച്ചാൽ സോണിയുടെ ജി മാസ്റ്റർ ലെൻസുകളേക്കാൾ ബെറ്ററാണ് സിഗ്മ DGDN ലെൻസുകൾ എന്നാണ് പറയുന്നത്. അത് ശരിക്കും തെറ്റിദ്ധാരണയാണ്. അത് അറിയാവുന്നവർക്കൊക്കെ അറിയാം. നമുക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയാത്തൊരു സംഭവമാണ്. വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കാനോണിൻ്റെ ഫോട്ടോസാണ് ബെറ്റർ, സോണിയുടെ ഫോട്ടോസ് ഇച്ചിരി കളറിലും ഡീറ്റെയിൽസിനും ഷാർപ്പിലും ഒക്കെ മടുപ്പാണ്, ഗ്രേഡ് ചെയ്തെടുക്കണം എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സോണി ക്യാമറ മേടിക്കുന്ന ആൾക്കാർ തേർഡ് പാർട്ടി ലെൻസുകളാണ് കൂടുതലും എടുക്കുന്നത്. അതായത് സോണി ക്യാമറ തേർഡ് പാർട്ടി ലെൻസുകൾക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കാനുള്ളത്. എന്ന് വെച്ചാൽ വിലക്കുറവ്. അപ്പം സോണിയുടെ സെയിം ജി മാസ്റ്റർ ലെൻസിന് 2 ലക്ഷം രൂപ വരുന്ന ലെൻസ് അതേ സെയിം തേർഡ് പാർട്ടി ഇറക്കുമ്പം 70,000 രൂപയ്ക്ക് ഇറക്കുന്നുണ്ട്. ആ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ലെൻസുകൾ ധാരാളം കിട്ടും. ഇപ്പം കനോണിനാണെങ്കിൽ തേർഡ് പാർട്ടി ലെൻസുകൾക്ക് ഓപ്ഷൻ കൊടുത്തിട്ടില്ല. അതായത് കനോണിൻ്റെ സെയിം ലെൻസുകൾ 2 ലക്ഷം രൂപ ബോഡിയുടെ കൂടെ തന്നെ നല്ല ലെൻസുകൾ തന്നെ മേടിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഈ കനോണിൻ്റെ ഫോട്ടോസ് ഏറ്റവും ഷാർപ്പും ഡീറ്റെയിൽഡും ആകുന്നത്. അപ്പോൾ സോണിക്ക് തേർഡ് പാർട്ടി ലെൻസുകൾക്ക് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് കൂടുതലും മേടിക്കുന്ന എല്ലാവരും ബോഡി നല്ല ഒരെണ്ണം ബോഡി മേടിക്കും. ചിലപ്പോൾ 2 ലക്ഷം രൂപ അടുത്ത് സോണി M4 മേടിക്കും, അല്ല A1 എടുക്കും. കൂടെ എടുക്കുന്ന ലെൻസ് ജി മാസ്റ്റർ എടുക്കണമെന്നില്ല. ഈ എടുക്കുന്ന ലെൻസ് ജി മാസ്റ്റർ എടുത്താലേ ഉള്ളൂ ഷാർപ്പൻ ഫോട്ടോസ് കിട്ടുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന കമൻറ്റിൻ്റെ കാര്യമാണ്. ആ കമൻറ്റിൽ അവർ പറഞ്ഞേക്കുന്നത് സോണിയുടെ ജി മാസ്റ്റർ ലെൻസുകളേക്കാൾ ബെറ്ററാണ് സിഗ്മ DGDN ലെൻസുകൾ എന്നാണ്. അത് ശരിക്കും അവരുടെ തെറ്റിദ്ധാരണയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജി മാസ്റ്റർ ലെൻസുകളിൽ കിട്ടുന്ന ഷാർപ്നെസ്സോ ഫോക്കസിങ്ങോ കളറോ ഒന്നും ഒരിക്കലും ഒരു തേർഡ് പാർട്ടി ലെൻസിൽ കിട്ടത്തില്ല. അത് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സിഗ്മയുടെ ലെൻസും ഒരു സെയിം തന്നെ ഒരു ജി മാസ്റ്ററിൻ്റെ ലെൻസും സെയിം അപ്പർച്ചർ വാല്യൂ ഉള്ള ഒരു 85 തന്നെയാണ് ഇട്ട് നിങ്ങൾ വർക്ക് എടുത്ത് നോക്കുക. ഈ ഫോട്ടോസ് തമ്മിൽ ഒരു സിസ്റ്റത്തിൽ കൊണ്ടിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ അറിയാൻ പറ്റും ബൊക്കയുടെ ഷാർപ്നെസ്, അതായത് നമ്മുടെ ഫോട്ടോസിലെ എഡ്ജസിൻ്റെ ഷാർപ്നെസ്സും കളറും എല്ലാം വളരെ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് എനിക്ക് അറിയാം. എനിക്കിപ്പോൾ ജി മാസ്റ്ററിൻ്റെ ഒരു ലെൻസ് കണക്ഷൻ ഒന്നുമില്ല. പക്ഷേ എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ ജി മാസ്റ്ററിൻ്റെ എല്ലാ ലെൻസുകളും നമ്മുടെ 85, 50 അതുപോലെ തന്നെ 35 എല്ലാ ലെൻസുകളും ജി മാസ്റ്റർ ഉണ്ട്. A1 ആണ് ക്യാമറ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കൊളാബ് ചെയ്ത് പോകുമ്പം നമുക്ക് എല്ലാ ലെൻസും ഞാൻ മാറി ഇട്ട് നോക്കും. ആ ഫോട്ടോസ് നമ്മുടെ സിസ്റ്റത്തിൽ കൊണ്ട് ഇടുമ്പോൾ നമ്മൾ കണ്ണ് തള്ളിപ്പോകുന്ന ഷാർപ്നെസ്സും ഡീറ്റെയിൽസും കളറും ഒക്കെയാണ്. നമ്മുടെ സോണി ക്യാമറയിൽ ഇത്രയും ഡീറ്റെയിൽ, അതായത് കനോണിനേക്കാൾ മെച്ചപ്പെട്ട ഫോട്ടോസ് ആ സമയത്താണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ തേർഡ് പാർട്ടി ലെൻസുകൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ഗ്രേഡിങ്ങിലും ഒക്കെ ചെയ്തെടുക്കുക. അപ്പം അത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു തെറ്റിദ്ധാരണ ഇപ്പോൾ ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ബിഗിനേഴ്സ് ആയുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഒരു ബോഡി എങ്ങനെയെങ്കിലും മേടിക്കും, പിന്നെ എടുക്കുന്ന മുഴുവൻ തേർഡ് പാർട്ടി ലെൻസുകളായിരിക്കും. അവർ കണ്ടിട്ടുള്ളത് കമ്പയർ ചെയ്ത് നോക്കുമ്പം 70,000 രൂപയ്ക്ക് സിഗ്മ കിട്ടുന്നു. ആ സെയിം സാധനത്തിന് തന്നെ 1.25 ലക്ഷം രൂപ ജി മാസ്റ്ററിന് കൊടുക്കണം. തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഈ 30,000 രൂപ 40,000 രൂപ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ അത് എടുത്ത് പറഞ്ഞ് DGDN ആണ് ബെറ്റർ. സിഗ്മ ജി മാസ്റ്റർ ലെൻസ് പഴയ ലെൻസിൻ്റെ തന്നെ മൗണ്ട് മാറ്റി നമ്മുടെ മിറർലെസ്സിന് വേണ്ടിയിട്ട് ഇറക്കിയേക്കുന്നതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ശരിക്കും എല്ലാവരുടെ ഇടയിലുണ്ട്. അത് മൗണ്ട് മാറ്റിയെങ്കിൽ പോലും ജി മാസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ഒരിക്കലും മറ്റ് തേർഡ് പാർട്ടി ലെൻസുകളിൽ കിട്ടത്തില്ല. ഞാൻ ബിഗിനേഴ്സോ അല്ലെങ്കിൽ ഇനി ക്യാമറ എടുക്കാനിരിക്കുന്നവരോട് പറയുകയാണ്, എടുക്കുവാണെങ്കിൽ ക്യാമറ ബോഡി എടുക്കുന്നത് സമയം M4 എടുത്താലും A1 എടുത്താലും A9 എടുത്താലും കൂടെ ജി മാസ്റ്റർ ലെൻസുകൾ മസ്റ്റായിട്ട് എടുക്കുക. എങ്കിലേ ഉള്ളൂ ക്യാമറയുടെ പൂർണ്ണമായ മാക്സിമം പെർഫോമൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. ലെൻസാണ് ക്യാമറയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഭവം. പലർക്കും അറിയത്തില്ലാത്തൊരു സംഭവമാണ്. ബോഡിയാണ് ബെറ്റർ എന്ന് എല്ലാവരും ചിന്തിച്ചിരിക്കുന്നു. ലെൻസിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം അത് ശ്രദ്ധിക്കുക. ലെൻസ് ബെറ്റർ എടുത്താലേ ഫോട്ടോസ് നല്ലത് കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവർ ആ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഷട്ടർ കംപ്ലൈൻറ്റ് സോണി M4 ധാരാളം കാണുന്നുള്ളൂ. ആ ഷട്ടർ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത എന്താണെന്ന് വെച്ചാൽ, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വർക്ക്, അതായത് ഇപ്പോൾ ഒരു കല്യാണ വർക്കിനൊക്കെ പോകുമ്പോൾ ഈ നമ്മുടെ M4 അല്ല സോണി ക്യാമറയിലൊക്കെ ഒരു പ്രത്യേകതയാണ് ഷട്ടർ അടയ്ക്കാൻ പറ്റും. സെൻസറിൻ്റെ മേളിൽ കൂടെ വന്ന് ഓഫ് ചെയ്യുമ്പോൾ വന്ന് കിടക്കാൻ പറ്റും. ആ ഓപ്ഷൻ ഓൺ ആക്കിയിടാൻ സോണി തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ എല്ലാവരും അത് ഓണാക്കി ഇടുന്നുണ്ട്. പക്ഷേ ഈ ഓണാക്കിയിടുന്ന സമയത്ത് ലെൻസ് മാറുമ്പോൾ ധാരാളം പൊടി ഈ ഷട്ടറിലേക്ക് വന്ന് അടിക്കും. ഇത് കുറേ പ്രാവശ്യം ആകുമ്പോഴത്തേന് പൊടി ഇരുന്ന് ഈ ഷട്ടറിൻ്റെ സ്പീഡ് കുറച്ച് ഷട്ടർ കംപ്ലൈൻറ്റ് വരുന്നതാണ് കൂടുതലും കാണുന്നത്. അങ്ങനെയാണ്. അല്ലാതെ ചുമ്മാ അല്ലെങ്കിൽ പിന്നെ അതുപോലെ വർഷങ്ങൾ കഴിഞ്ഞ ക്യാമറയ്ക്ക് റെഫ്യൂസ് ചെയ്താലുള്ളൂ ഈ ഷട്ടർ കംപ്ലൈൻ്റ് ഒക്കെ വരത്തുള്ളൂ. അതായത് കണ്ടിന്യൂസ് ഷട്ടർ ഒന്നും അടിച്ചാൽ അങ്ങനെ ഷട്ടർ കംപ്ലൈൻ്റ് ഒന്നും വരാറില്ല.